ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നവമീസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് അമ്മയുടെ ഒരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് വറ്റിച്ച മീൻകറി. അതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് രോഹുവാണ്. കഴുകി മുറിച്ച് വച്ചിരിക്കുന്ന മീൻ 1/2 കിലോ. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ഉള്ളി, 1 സവാള, 4 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം കുടംപുളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി കറി ശരിയാക്കാൻ നമുക്ക് ചട്ടി അടപ്പത്ത് വയ്ക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വേപ്പില, പച്ചമുളക്, സവാള, ഉള്ളി. ഇത് നല്ലോണം ഒന്ന് വാടണം. സവാള വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇത് അധികം മൊരിയരുത്, ഒന്ന് വാടാൻ പാടുള്ളൂ. അരപ്പ് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുടംപുളി. ഇത് നല്ലോണം തിളച്ചിട്ട് മീനിട്ടാൽ മതി. ഇതൊന്ന് മൂടി വയ്ക്കാം. തുറന്ന് നോക്കാം. അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് നക്കി കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് അധിക സമയം വേവണ്ട, 1/2 മണിക്കൂർ വെന്താൽ മതി. ഇനി തീ കുറച്ചിടാം. മൂടി വയ്ക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ ചാറ് കുറുകും. ഇതിലേക്ക് 2 വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. താങ്ക്